കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടി പോണോ? ആ കിട്ടിയ പ്ലേസ്മെൻറ്റ് ബാംഗ്ലൂർ ഹൊസൂർ ആയിരിക്കുമല്ലേ. എല്ലാ വർഷവും ഒരു കോളേജിൽ നിന്ന് എത്ര പേര് ചിറങ്ങുന്നു, അവർക്കൊക്കെ നല്ല നല്ല ജോലികൾ വാങ്ങിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു കോളേജിന് പറ്റുമോ? അപ്പോൾ ഇവരുള്ള ക്ലാസ്സിൽ നിങ്ങൾ ഫ്ലെക്സിലേക്ക് കാണും 150 പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന്. കാരണം ഒരുത്തിന് തന്നെ 3 സ്ഥലത്തൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടും. നിങ്ങളോടൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏതെങ്കിലും ചാണക വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പിന്നെ ഹുസൂർ എന്ന് പറഞ്ഞ പട്ടിക്കാട്ടിലോട്ട് കൊണ്ടിറക്കും. അവിടെ പോയി 1 മാസം മര്യാദയ്ക്ക് എന്തിനാ സൂപ്പർവൈസർ ആക്കുമെന്ന് അവിടെ ചെല്ലപ്പോൾ മനസ്സിലാവും. ഒരു മുതുക്കന്മാരൊക്കെ അവിടെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്നത്. 10 പഠിച്ചവനും +2 പഠിച്ചവനും എഞ്ചിനീയറിംഗ് പഠിച്ചവനും എല്ലാം സെയിം പണിയായിരിക്കും ചെയ്യുന്നത്. എനിക്കിതൊക്കെ പറഞ്ഞിടാൻ വേണ്ടി ആളുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ഞാൻ ഇത് കുറച്ചിടത്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാർക്കൊക്കെ വെറും പുച്ഛം മാത്രമായിരുന്നു. ആ പോയവന്മാരൊക്കെ അതിലും സ്പീഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ചിലവന്മാരൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പോകും. കാരണം സപ്ലി ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടുകാരെ വീട്ടുകാരൊക്കെ കാണിക്കാൻ വേണ്ടി ഉച്ച കഴിഞ്ഞ് ജോലി കിട്ടിയാണെങ്കിൽ അവിടെ പോയി നിൽക്കും. എന്ത് പറയുന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയി പട്ടിപ്പണി എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു 6 മാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ സപ്ലി എഴുതിയെടുത്ത് വീട്ടിലേക്ക് പാസ്സാവാം. അവിടെ പോയി നിന്നിട്ട് പഠിക്കുന്ന കാര്യം നടക്കില്ല. സപ്ലൈ എഴുതാൻ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞ വണ്ടിക്കൂലി സപ്ലൈയുടെ പൈസ വേസ്റ്റ് മാത്രം ഞാൻ കൂടിപ്പോയാലും 17,000 ശമ്പളം കിട്ടും. അപ്പോൾ ചിലവും കാലം കഴിഞ്ഞിട്ട് ഒരു 7-8 രൂപ മാത്രം കയ്യിരിക്കും. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മാസം എങ്ങനെ ഒരു 10 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 7,000 എങ്ങനെയായാലും ഉണ്ടാക്കാൻ പറ്റും. ആ ഉണ്ടാക്കുന്ന പൈസ നിൻ്റെ കയ്യിലും ഇരിക്കും. എല്ലാ ദിവസവും പണിക്ക് പോകണ്ട. ഇതുപോലെ 100% പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ബോർഡുകൾ കാണുമ്പോൾ അത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാത്രം കാണുക. അതുപോലെ പ്ലേസ്മെൻറ്റിലൊക്കെ ചില ഇൻ്റർവ്യൂ ജസ്റ്റ് ചെല്ലും. നിനക്ക് ഇവിടെ പണിക്ക് വരാൻ പറ്റുമോടെ അത്രമാത്രം ചോദിക്കും. പിറ്റേന്ന് ഓഫർ ലെറ്ററും വരും. എനിക്ക് എന്നെ 3 പ്ലേസ്മെൻറ്റ് കിട്ടി. നല്ല കമ്പനിയിലേക്ക് കിട്ടണമെങ്കിൽ സപ്ലി നോക്കും. അല്ലാതെ ഇവിടെയൊക്കെ എത്ര സപ്ലി ഉണ്ടെങ്കിലും നിന്നെയൊക്കെ കൊണ്ടുപോയി പട്ടിപ്പണിയെടുത്ത് ഊറ്റേൻ്റെയൊക്കെ ഊറ്റിയിട്ട് തിരിച്ചുണ്ടാക്കും. പിന്നെ കുറച്ചൊരു മെസ്സേജ് അയച്ച് ടിപ്സ് പാസ്സാവാൻ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാ മാർക്ക് വാങ്ങി പാസ്സാവാൻ മാത്രമേ പാടുള്ളൂ. ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. ഞാനൊന്നും അങ്ങനെ എല്ലാ ദിവസവും ക്ലാസ്സിലും കയറില്ല. ക്ലാസ്സിൽ നിന്ന് ഒരു വക പഠിക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ പാസ്സായി അപ്പം നിങ്ങൾക്ക് പാസ്സാവാം. എൻ്റെ ഒരു മൈൻഡ് മാറിയില്ലെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ പ്ലേസ്മെൻ്റൊക്കെ കിട്ടിപ്പോയി എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു പണി വരാതിരിക്കട്ടെ. ഈ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും കാണാം. സോ ബൈ.